ഗുഡ് മോർണിംഗ് സ്നേഹമുള്ള കർഷക സുഹൃത്തുക്കളെ. കർഷകർ രാവിലെ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് പറമ്പിലൊക്കെ പടക്കവും പൊട്ടിച്ച്, സ്ഥിരമായ പടക്കം പൊട്ടിച്ച് ഒരു പറമ്പാണിത്. ഇത് തിലാക്കപ്പ ഈ കൊല്ലത്തെ തിലാക്കപ്പയാണ്. ഇന്ന് വെളുപ്പിനെ കാട്ടുപന്നിയുടെ പരാക്രമണം കപ്പയോടാണ്. ഈ കപ്പയൊക്കെ കാട്ടുപന്നി നശിപ്പിച്ച് മണ്ണ് മാന്തി രാവിലെ വെളുപ്പിനെ ഞാനിന്ന് 3:30 കയറ്റും. അപ്പം രാത്രി 2 മണിക്കൂരം വന്നായിരിക്കും. എപ്പോഴാണ് വന്നതെന്ന് അറിയത്തില്ല. ഈ കാട്ടുപന്നിക്കെല്ലാം ഒരു മൊബൈൽ ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ, ഫോറസ്റ്റ് അധികാരി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. നമ്മുടെ വാട്സപ്പിലും കാട്ടുപന്നി വരുന്നുണ്ട്, അറിയാമായിരുന്നു. ഫോറസ്റ്റ് അധികാരികൾ ശേഷപ്പ അടക്കം, നമ്മുടെ പെരുമ്പുള്ള രാജു അടക്കം ഇതിനൊക്കെ ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു കർഷകൻ കാട്ടുപന്നി പിടിച്ചാൽ അവൻ്റെ കൂമ്പിനിടിച്ച് കാശ്മീർ തീവ്രവാദികളെ ജയിലിലടയ്ക്കുന്ന പോലെ കർഷകൻ്റെ നെഞ്ഞത്ത് തോക്കും വെച്ച് ഞെളിഞ്ഞു നിന്ന് വീഡിയോയ്ക്ക് ഫോട്ടോ എടുക്കുന്ന ഫോറസ്റ്റ് അധികാരികൾ കർഷകരുടെ അന്നം നൽകുന്ന കർഷകൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുമ്പോൾ, ഇങ്ങോട്ടിപ്പം കപ്പയുണ്ട്. അപ്പോൾ നാളെ വരുമായിരിക്കും ഈ കപ്പയൊക്കെ തിന്നാൻ വേണ്ടി. ഇതൊക്കെ തിലാക്കപ്പയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ കർഷകൻ രാവുകൾ ഇങ്ങനെ മണ്ണിൽ കൂടെ പണിയെടുത്ത് കവുങ്ങിനൊക്കെ നനച്ച് തോട്ടമൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ, ഇതുപോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുമ്പോൾ, ഇവിടെ മുള്ളംതുരുത്തി ഇവിടെ ഒരു ഗ്രാമത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം ഒരു പന്നിവേട്ട നടത്തിയപ്പോൾ കള്ള ഗ്രാമപഞ്ചായത്ത് മൗനം പാലിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ വാസു മെമ്പർ, സനിത മെമ്പർ, മിനി ഫിലിപ്പ്, നമ്മുടെ കളർ ഗ്രാമപഞ്ചായത്ത് രജിത മാഡത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. അതുപോലെ വൈസ് പ്രസിഡന്റ് സൈമൻ ചേട്ടൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. നിങ്ങൾ ഇവിടെ ഗൺ ഷൂട്ടർമാരുണ്ടല്ലോ, അവർക്കൊരു മെസ്സേജ് നൽകി ഈ പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിന് ഒരു നടപടി കള്ളാർ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കണമെന്നും, കർഷകരുടെ ഭാഗത്തുള്ള ഈ വൻ നാശത്തിന് ഉച്ചപ്പണിക്ക് 700 രൂപ കൂലി കൊടുത്ത് കപ്പക്കൂടും കുത്തി, കപ്പയ്ക്ക് ചെത്തി, കപ്പയ്ക്ക് വളവിട്ട്, കപ്പയ്ക്ക് നനച്ച്, നനച്ച തോട്ട തണുപ്പുണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കർഷകൻ അധ്വാനിക്കുമ്പോൾ ഈ കപ്പയുമേന്തി ഈ കർഷകൻ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? ഇതിന് ഭരണ നേതൃത്വം നടപടി സ്വീകരിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. വെള്ളയും എടുത്ത് ലാപ്ടോപ്പും വെച്ച് തേനാപ്പാറ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ചേറിൽ അധ്വാനിക്കുന്ന കർഷകൻ്റെ രോദനമെന്നും ജനപ്രതിനിധികൾ അറിയുന്നില്ല.